പുനലൂർ ചൗക്ക ജംഗ്ഷനിൽ നിന്നും പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാൻ കുറ്റാക്കൂരിട്ടാണ്. രാത്രി തീവണ്ടികളടക്കം നിരവധി സർവീസുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. കാൽനട യാത്രക്കാർക്ക് പാമ്പ് കടിയോ തെരുവുനായ കടിയോ ഏൽക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയോ മടങ്ങി വരികയോ ചെയ്താൽ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇത് കണ്ടോ, റെയിൽവേയുടെ കോമ്പൗണ്ടാണ്. പുനലൂർ നഗരസഭയാണ് പല സ്ഥലങ്ങളിലും തെരുവുവിളക്കുകൾ തെളിയിക്കേണ്ടത്. രണ്ടും കാട് വൃത്തിയാക്കുകയോ തെരുവുവിളക്കുകൾ തെളിയിക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാനത്താകമാനം പാമ്പിന്റെ ശല്യം രൂക്ഷമായിട്ട് കുഞ്ഞുങ്ങളും വലിയ ആളുകളും അടക്കം പാമ്പിന്റെ കടി ഏൽക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു സ്ഥിതിവിശേഷം. ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത്. ഇതുവഴി തപ്പിത്തടഞ്ഞു വേണം കാൽനടക്കാർക്ക് വരാനും പോകാനുമുള്ളത്. ഇരുളടഞ്ഞും കാടുമൂടിയും കിടക്കുന്ന വഴിയിലൂടെ പാമ്പിന്റെയും തെരുവുനായയുടെയും കടിയേൽക്കാതെ വേണം യാത്ര ചെയ്യാൻ. പട്ടണത്തിലെ പ്രധാന ഭാഗമാണിത്. തെരുവ് വിളക്കുകൾ തെളിയിച്ച് കാട് നീക്കി യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം. നഗരസഭാ മുൻ കൗൺസിലറും പൊതുപ്രവർത്തകനുമായ അബ്ദുൾ റഹീമിന്റെ പ്രതികരണം. പട്ടണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചൗക്ക ജംഗ്ഷൻ. ചൗക്ക ജംഗ്ഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഭാഗത്ത് കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി തെരുവിളക്കുകൾ പ്രകാശിക്കാറില്ല. അതുപോലെ തന്നെ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ കാട് പിടിച്ച് കിടക്കുക. ഇഴജന്തുക്കളുടെ ശല്യം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ നിരവധി പേര് കഴിഞ്ഞ ദിവസം ടീച്ചറെ പാമ്പ് കടിക്കുന്ന സംഭവം വരെ ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൊടും ചൂട് സമയത്ത് പാമ്പുകൾ ഇറങ്ങി വിരഹിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ അധികൃതർ ഈ വിഷയം ശ്രദ്ധിക്കാത്തത് കൊണ്ട്, തെരുവുവിളക്കൾ കത്തിക്കാത്തത് കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് നഗരസഭയായാലും റെയിൽവേ അധികൃതരായാലും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുനലൂർ നഗരസഭയിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അടിയന്തരമായി ഇവിടെ തെരുവുവിളക്കുകൾ സ്ഥാപിച്ച് ഈ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അടിയന്തരമായി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കണമെന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.